പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ബോലുവിൻ്റെ സൂചിപ്പേടി ഈ കഥ കേൾക്കൂ. ഹച്ചി ഛി. കരടിക്കുട്ടൻ ബോലു ഉറക്കെ തുമ്മി. അവന് കുറേ നാളുകളായി വല്ലാത്ത ജലദോഷവും തുമയും ചുമ്മലുമാണ്. കരടി മുത്തശ്ശൻ കാട്ടുവൈദ്യം നോക്കിയിട്ടും കുറവില്ലാത്തതിനാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് അമ്മ കരടി പറഞ്ഞു. ഹോസ്പിറ്റലെന്ന് കേൾക്കുന്നത് തന്നെ ബോലുവിന് പേടിയാണ്. അമ്മേ, എനിക്കു കഷായം മതി, കുത്തിവച്ചിടുവാൻ പോയിടണ്ട, ഡോക്ടറെ കാണുവാൻ ഞാൻ വരില്ല, അയ്യോ അയ്യോ ഞാനില്ല, അയ്യോ അമ്മേ ഞാനില്ല. കരടിക്കുട്ടൻ പറഞ്ഞത് കേൾക്കാതെ അമ്മ അവനെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഡോക്ടർ കടുവച്ചേട്ടൻ സ്റ്റെതസ്കോപ്പ് വച്ച് പരിശോധിച്ചു. ജലദോഷം നല്ല കൂടുതലാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ ന്യൂമോണിയയായി മാറും. ഞാനൊരു മരുന്ന് കുറിച്ച് തരാം, ഇഞ്ചക്ഷൻ എടുക്കുകയും വേണം. ഇഞ്ചക്ഷൻ എന്ന് കേട്ടപ്പോൾ കരടിക്കുട്ടൻ വലിയ വായിൽ നിലവിളിച്ചു, അയ്യോ എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട, ഇഞ്ചക്ഷൻ വേണ്ട. എന്തിനാ മോനെ കരയുന്നത്? രോഗം മാറാനല്ലേ? ഡോക്ടർ ചോദിച്ചു. സൂചി എനിക്ക് പേടിയാ, കുത്തിവെച്ചാൽ എനിക്ക് വേദനിക്കും. എങ്കിൽ മോനൊരു തണ്ണിമത്തൻ കടിച്ചു പിടിച്ചാൽ മതി, വേദന അറിയില്ല. ബോലുവിൻ്റെ വായിൽ അമ്മ ഒരു തണ്ണിമത്തൻ വച്ചു കൊടുത്തു. എന്നിട്ട് പലതും പറഞ്ഞ് അവൻ്റെ ശ്രദ്ധ മാറ്റി. പെട്ടെന്ന് ഇഞ്ചക്ഷൻ കൊടുത്തു. ബോലു തണ്ണിമത്തൻ കടിച്ചു മുറിച്ചു. സിസ്റ്റർ കുത്തിവെച്ച സ്ഥലം പഞ്ഞി കൊണ്ട് തടവിക്കൊടുത്തു. അവൻ ശാന്തനായി കുറേ നേരം അനങ്ങാതിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങി. തണ്ണിമത്തൻ കടിച്ചാൽ വേദന കുറയുമല്ലേ അമ്മേ? ബോലു ആശ്ചര്യത്തോടെ ചോദിച്ചു. മോനെ, വേദന കുറയുന്നതല്ല, ശ്രദ്ധ തണ്ണിമത്തനിലേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ വേദന അറിയാത്തതാണ്. ഏതായാലും ഈ തണ്ണിമത്തൻ ഒരു സംഭവം തന്നെയാണ് എന്ന് പറഞ്ഞ് അവൻ അമ്മയോടൊപ്പം വീട്ടിലേക്ക് നടന്നു.